പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കരൂർ ആൾക്കൂട്ട ദുരന്തം നമ്മളൊന്നും മറന്നിട്ടുണ്ടാവില്ല. അതിനെ സംബന്ധിച്ച് CBI നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സുപ്രധാനമായ വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വിജയെ ചോദ്യം ചെയ്യലിനായി ഹാജരാകാനൊക്കെ തന്നെ വിളിച്ചിരുന്നു, ഹാജരാകാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിനുള്ള ദിവസം അടുത്ത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ CBI നടപടികൾ അതിവേഗത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ CBI നടപടി തുടങ്ങിയിരിക്കുന്നു. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. അതാണ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് വിജയുടെ പ്രചരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട അതേ പ്രചരണ വാഹനം തന്നെയാണ്. ആ പ്രചരണ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പനയൂരിലെ TVK ഓഫീസിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. വാഹനം കരൂരിലെ CBI കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ കേസിൽ ഈ മാസം 12-ന് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു വിജയ്ക്ക്. ഇതിന് പിന്നാലെയാണ് CBI നടപടി, ആദ്യ നടപടി എന്നുള്ള നിലയ്ക്ക് ആദ്യം ചോദ്യം ചെയ്യലിന് ഹാജരാകുക എന്നുള്ള ആ നോട്ടീസ് നൽകുക എന്നുള്ളതാണ് ആദ്യ നടപടിയെങ്കിലും ഇതിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. വാഹനം പിടിച്ചെടുത്തിരിക്കുകയാണ്, CBI കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് വിജയുടെ പ്രചരണ വാഹനം. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ അന്നത്തെ ആ കരൂരിലെ ആ ദൃശ്യങ്ങളാണ്. അതിന് മുൻപും ശേഷവുമൊക്കെ ആ വാഹനം പിന്നീടും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ്, ആ ദൃശ്യത്തിലുള്ള ആ വാഹനം തന്നെയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ വാഹനം കരൂരിലെ CBI കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നു. ഈ മാസം 12-ന് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഹാജരാകാൻ വിജയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനായി നോട്ടീസ് നൽകിയിട്ടുണ്ട് CBI. ഇതിന് തൊട്ടു പിന്നാലെ, ഈ നോട്ടീസ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി CBI കരൂർ ദുരന്തത്തെ സംബന്ധിച്ച് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വാഹനം, പ്രചരണ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നു. ആ വാഹനം കരൂരിലെ CBI കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കൂടുതൽ അന്വേഷണ നടപടികളിലേക്കും തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത്. ഇനിയുള്ള നടപടി 12-ന് വിജയ് ഡൽഹി CBI ആസ്ഥാനത്ത് ഹാജരാകും. ഇതുവരെ അതിനെ സംബന്ധിച്ചൊരു വിയോജിപ്പ് വിജയ് എവിടെയും പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു നിമിഷം വരെയും വിജയ് ഹാജരാകും 12-ാം തീയതി ഡൽഹി CBI ആസ്ഥാനത്ത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത്തരത്തിലൊരു എതിർപ്പറിയിക്കുന്ന ഒരു സൂചനയും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഹാജരാകില്ല എന്നുള്ള തരത്തിലൊരു കാരണം കാണിക്കലും ഒന്നും നൽകിയിട്ടില്ല ഇതുവരെ, ഈ ഒരു നിമിഷം വരെ. അതുകൊണ്ട് തന്നെ 12-ന് CBIയുടെ അടുത്ത പടി എന്നുള്ളത് വിജയെ ചോദ്യം ചെയ്യലാണ്. അപ്പോൾ 12-ാം തീയതി വിജയ് ഡൽഹി CBI ആസ്ഥാനത്ത് ഹാജരാകുമെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിന് തൊട്ട് മുൻപായി 12-ാം തീയതി ആ ചോദ്യം ചെയ്യൽ നടപടിക്ക് തൊട്ടു മുമ്പായി CBI സ്വീകരിച്ച ഈ നടപടിയാണ് ഇപ്പോൾ വിജയുടെ കരൂർ ദുരന്ത സമയത്ത് വിജയ് പ്രചരണത്തിന് ഉപയോഗിച്ച ആ വാഹനം പിടിച്ചെടുത്തിരിക്കുന്നു. ആ വാഹനം കസ്റ്റഡിയിലെടുത്ത് കരൂരിലെ CBI ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നു.